നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടെ ഉള്ള ഒരു കറി വെക്കാം. അത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂടി കഴിക്കാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഒന്ന് നോക്കാം. ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ച കോളിഫ്ലവർ എല്ലാം ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ ഇടുന്ന മസാലയൊക്കെ ഇതേ പിടിക്കും, അല്ലെങ്കിൽ വെളുത്ത് കിടക്കും. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. നമുക്കിത് ഒന്ന് കോരിയെടുക്കാമേ പാത്രത്തിലോട്ട്. ആ പാത്രത്തിലോട്ട് തന്നെ ഇച്ചിരി എണ്ണയോട് ഒഴിച്ചു. നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടി വന്നിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതാണ് ഇത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടിക്കഴിഞ്ഞപ്പോൾ ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തു. സവാളയും ഒന്ന് വാടി വരട്ടെ. ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇച്ചിരി വെള്ളമയം കൊണ്ട് സവാള പെട്ടെന്ന് അങ്ങ് സോഫ്റ്റ് ആകും. നമുക്ക് സവാളയ്ക്ക് ഒരു കളർ കിട്ടാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമേ. ഇച്ചിരിയാണ് ഇടുന്നത്. പിന്നെ ഒരു വലിയ തക്കാളി എടുത്ത് ഇങ്ങനെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ആ തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാൻ ഇച്ചിരി ഉപ്പൂടി ഇട്ട് കൊടുത്തു. ആദ്യം നമ്മൾ ഉപ്പിട്ടത് ആ കോളിഫ്ലവറിലൊക്കെ അതനുസരിച്ചാണ് ഉപ്പിടേണ്ടത്. നമുക്കൊന്ന് തക്കാളി സോഫ്റ്റ് ആകാൻ അടച്ചു വെക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം തക്കാളി എന്തോ ആയെന്നേ. എണ്ണ ഇറങ്ങി വേണം ഇതേന്ന്. ഇപ്പം ഉണ്ടോ, എണ്ണ ഇറങ്ങി വരുന്നുണ്ടോ? ഇതിനകത്തോട്ട് നമുക്ക് 2 ടീസ്പൂണ് കടലമാവ് ഇതിങ്ങനെ ഈ നടുക്കിട്ട് ഇങ്ങനെയൊന്ന് ഇതിൻ്റെ പച്ചച്ചുവയൊന്ന് മാറ്റിയെടുക്കണം. ഇത് കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാനാണ് നമ്മളിങ്ങനെ ഇടുന്നത്. കടലപ്പൊടി ഇടുമ്പോൾ ഒരു ശകലം അടിക്ക് പിടിക്കും. തീ കുറച്ചിട്ടേച്ചാൽ മതി. എണ്ണയൊക്കെ ഇറങ്ങി വന്ന് കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും. തീ കൂട്ടിയിടരുത്, കരിഞ്ഞു പോകും. കടലമാവ് ഇടുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂടെ ഒരിച്ചിരി അയമോദകം ഇടണം. ഗ്യാസ് കയറാതെയും വയറ് നോകാതെയൊക്കെയാണേ. ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വീണ്ടും അടച്ചു വെക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വേകണം. കടലമാവിനും വേവുള്ളതാണ്. ഇനി ഒരു പച്ചമുളക് ഇട്ടതാ. എരിവനുസരിച്ച് മുളക് പൊടി ഇടാം. ഉരുളക്കിഴങ്ങിൽ നിന്ന് ഇച്ചിരി വെള്ളം ഇറങ്ങി വരും. നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ഇറങ്ങി വരും. ഉരുളക്കിഴങ്ങ് വേകാൻ വേണ്ടി ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് വീണ്ടും നമുക്ക് അടച്ചു വെക്കാം. ഉരുളക്കിഴങ്ങ് വേകട്ടെ. തുറന്ന് നോക്കി. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. 3/4 ഭാഗം വേവായി. ഇനി നമ്മൾ വഴറ്റിയെടുത്ത് വെച്ച കോളിഫ്ലവറോട് ഇട്ടു. വീണ്ടും അടച്ചു വെക്കാം. കോളിഫ്ലവറിനും ചെറിയ വേവ് ബാക്കിയുണ്ട്, അതും കൂടെ ആകട്ടെ. ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും വേകണം. ഇച്ചിരി ഉപ്പ് കുറവ്, നമുക്കൊരു ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഇളക്കിയേ. കടലമാവിട്ടത് കൊണ്ട് അടിക്ക് പിടിക്കുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കണം. ഇത് കസൂരി മേത്തി കയ്യിലിട്ടൊന്ന് പൊടിച്ചിടണം. രുചി കിട്ടും. ഇഷ്ടമില്ലാത്തവരിടണ്ട. ഗരം മസാല ഇട്ടു. ഒരു ശകലം കായപ്പൊടി ഇടണം. നല്ലത് ഒരു രുചി കിട്ടും. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടി ഇട്ട് കറി ഇപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ മസാലയും ഒന്ന് പിടിക്കാനൊന്നും കൂടെ അടച്ചേ.
അപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് എടുക്കാം. ചപ്പാത്തി കഴിക്കാനാണ് നല്ലത്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ.